ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കിച്ചൺ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ അടുക്കള ജോലി പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഞാനൊരു 5:15, 5:20 ആ ടൈമിൽ എഴുന്നേൽക്കാറുണ്ട്. പിന്നെ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് കിച്ചണിലോട്ട് വരുമ്പോഴേക്കും സമയം ഏകദേശം ഒരു 5:35 ആ ടൈമാകും. കിച്ചണിലോട്ട് വന്ന ഉടനെ തന്നെ ഞാൻ എനിക്കുള്ള ചായ റെഡിയാക്കും. ഇക്ക ഉണ്ടെങ്കിൽ എനിക്കും ഇക്കാക്കും കൂടിയുള്ള ചായയാണ് റെഡിയാക്കാറ്. ഇക്ക നാട്ടിലില്ല. പിന്നെ കുട്ടികൾക്ക് രാവിലെ ചായ കൊടുക്കാറില്ല. ചായ റെഡിയാക്കി ഉടനെ തന്നെ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളവും ഗ്യാസിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തലേ ദിവസം തന്നെ ചോറ് വെക്കാനുള്ള പാത്രത്തിലോട്ട് വെള്ളം നിറച്ച് വെക്കും. അപ്പോൾ പിന്നെ ആ സമയം നമുക്ക് ലാഭിക്കാമല്ലോ. ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് ബൂരിക്കാണ്. ബൂരിക്കുള്ള മാവ് ഞാനിവിടെ കുഴച്ച് വെക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ തന്നെ ഞാൻ മോനെ മദർസയിലോട്ട് പറഞ്ഞയച്ച് വിട്ടിട്ടുണ്ട്. അവനക്ക് 6 മണിക്കാണ് മദർസ ടൈം. ഇതിനിടയിൽ ഞാൻ ചായ കുടിച്ചു. ഇനി നമുക്ക് ബൂരിക്കുള്ള മാവും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. എനിക്കും കുട്ടികൾക്കും മാത്രം ബ്രേക്ക്ഫാസ്റ്റ് മതിയല്ലോ. അതുകൊണ്ട് ഒരുപാട് ബൂരിയൊന്നും ഉണ്ടാക്കാനില്ല. ഞാനിവിടെ മാവൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ രാവിലെ തന്നെ മടി പിടിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്നാൽ തന്നെ നമ്മുടെ ജോലിയൊന്നും പെട്ടെന്ന് ചെയ്യില്ല. എന്തായാലും നമ്മൾ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ രാത്രി എത്ര വൈകിയാലും സിങ്കിലെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കിച്ചണെല്ലാം നീറ്റായി വെച്ചാൽ തന്നെ രാവിലെ നമ്മുടെ കിച്ചൺ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ഞാനിത് മാവ് നന്നായി കുഴച്ച് ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ആ ചോറ് വെക്കാനുള്ള വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് അരി ഒന്ന് കഴുകിയിടാം. ഞാൻ സാധാരണ റൈസ് കുക്കറിലാണ് ചോറ് വെക്കാറ്. ഇതൊന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് പൂരിക്കുള്ള മസാല റെഡിയാക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് മസാല റെഡിയാക്കാനായി ഇവിടെ ഉരുളക്കിഴങ്ങെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു സമയം 6:20, 6:25 അതേപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇതേപോലെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു മുറത്തിലോ അല്ലെങ്കിൽ പേപ്പറിലോ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ ആ കട്ട് ചെയ്ത വേസ്റ്റ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കളയുകയും ചെയ്യാം. നമ്മുടെ കൗണ്ടർ ടോപ്പ് നീറ്റായി കിടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളമെല്ലാം പോകുമ്പോൾ കൗണ്ടർ ടോപ്പ് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് തുടച്ചെടുക്കാം. ഇത് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് സവാളയാണ് ആവശ്യം. ഞാനിവിടെ 2 ദിവസത്തേക്കുള്ള സവാള ഒന്നിച്ച് കട്ട് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും. ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് രാവിലെ ഒരുപാട് ജോലിയുള്ളതായി നമുക്ക് തോന്നുകയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികളെല്ലാം ചെയ്ത് തീർക്കുകയും ചെയ്യാം. ഈ ടൈമിൽ നമ്മുടെ ചോറ് നന്നായി ഒന്ന് തിളവന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് റൈസ് കുക്കറിലോട്ട് ഒന്ന് ഇറക്കി വെക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഇതെടുത്തൊന്ന് റൈസ് കുക്കറിലോട്ട് എടുത്ത് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ സമയം കറക്റ്റ് 6:30 ആയിട്ടുണ്ട്. ഇത് മോനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാവുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയാവും. മോൾക്ക് പിന്നെ ഞാനിന്ന് ബൂരി തന്നെയാണ് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് മസാല റെഡിയാക്കാനായി ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ അതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായി ചെയ്യുന്നത് ഉച്ചക്കിലേക്കുള്ള ലഞ്ചിനുള്ള പരിപ്പ് കറി റെഡിയാക്കാനാണ്. ഞാനിവിടെ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി മറ്റൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, പിറ്റേ ദിവസത്തേക്ക് എന്താണോ നമ്മൾ തയ്യാറാക്കുന്നത് അത് തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ലഞ്ചിന് എന്താണോ അതെല്ലാം നേരത്തെ തന്നെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ജോലി ഭാരം പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടും. പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്കിവിടെ പൂരിക്കുള്ള മാവെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഒന്നിനും സമയം കിട്ടുന്നില്ല, എനിക്ക് സമയം തീരെയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സമയം ഇല്ലാത്ത പോലെ തോന്നുന്നത്. തലേ ദിവസം രാത്രി കഴിച്ച ഭക്ഷണത്തിലെ പാത്രങ്ങളെല്ലാം സിങ്കിലിടുക, എന്നിട്ട് രാവിലെ നേരം വൈകി എഴുന്നേൽക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല. പിന്നെ സമയത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. നമ്മൾ തലേ ദിവസം എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് രാവിലെ ഒന്ന് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം ഒന്ന് സ്പീഡിൽ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടും. പൂരിയെല്ലാം ഒന്ന് പരത്തി വെക്കുമ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ ഒരു മാഷർ ഉപയോഗിച്ച് ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായി ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി അത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. എങ്കിൽ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു കടായി വെച്ച് അതിലോട്ട് ആവശ്യത്തിന് എണ്ണയും കടുകെല്ലാം ഇട്ട് നമ്മുടെ മസാല ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്.
ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 ആവാനായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എല്ലാ ഭാഗത്തും നല്ല മഴയാണ്. ഇവിടെ നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. പൂരിക്കുള്ള ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂരിയെല്ലാം ഒന്ന് ചുട്ടെടുക്കേണ്ടതുണ്ട്. അതിനിടയിൽ തന്നെ ഞാൻ അവിടെയെല്ലാം വേസ്റ്റ് ആകുന്ന വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായിട്ടുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ജോലിയും എന്തായാലും കഴിയുമ്പോഴേക്കും കൗണ്ടർ ടോപ്പ് അത്യാവശ്യം വൃത്തികേടായി കിടക്കും. ഈ പോകുന്ന വെള്ളവും കറിയുമെല്ലാം അപ്പോൾ തന്നെ നമ്മൾ തുടച്ച് മാറ്റിയാൽ നമ്മുടെ കൗണ്ടർ ടോപ്പും കിച്ചണും കാണാൻ നല്ല ക്ലീൻ ആവുകയും ചെയ്യും. ഇതാ ഞാനിവിടെ അതേ പാത്രത്തിലോട്ട് തന്നെ മസാലക്കറി ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെ ഇവിടെ പൂരി ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാതും ഓരോ പാത്രങ്ങളായി എടുത്ത് അവിടെയെല്ലാം ഇടുമ്പോഴാണ് നമ്മൾ കിച്ചണെല്ലാം വൃത്തികേടായി കിടക്കുന്നതും നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകാൻ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ കറക്റ്റ് ഒരു 7:15 ആയിട്ടുണ്ട് ടൈം. ഈ ഒരു ടൈമിലാണ് ഞാൻ മോളെ എഴുന്നേൽപ്പിക്കാറ്. ഇത് അവൾക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ ഒരു മടിയൊക്കെ ഉണ്ട്. സംഭവം സ്കൂളിൽ പോകാനുള്ള മടിയൊന്നുമില്ല, രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു മടിയാണ്. ഓരോന്നൊക്കെ പറഞ്ഞിതാ അവളെ എഴുന്നേൽപ്പിച്ച് വിട്ട് ബാത്റൂമിലോട്ട് വിട്ടിട്ടുണ്ട്. ഇനി അവൾ അവളുടേതായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വരും. സ്കൂളിലേക്കുള്ള ബാഗും ബുക്സും എല്ലാം അവൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതൊന്നും അവളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ ടൈമിൽ ഞാൻ കിച്ചണിലോട്ട് വന്ന് നമ്മൾ പൂരി പരത്തിയ മാവെല്ലാം ഒന്ന് സ്പ്രെഡായി കിടക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഒന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് തന്നെ കിച്ചൺ ഒന്ന് കാണുമ്പോൾ ഒരു വൃത്തിയില്ലായ്മ തോന്നും. അതുകൊണ്ട് ആദ്യം തന്നെ ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മോള് പല്ലൊക്കെ തേച്ച് വരുമ്പോഴേക്കും അവൾക്കുള്ള പാലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പെല്ലാം നന്നായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇന്ന് പരിപ്പും കുമ്പളങ്ങ കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ട കുമ്പളങ്ങയെല്ലാം ഞാൻ തലേ ദിവസം തന്നെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് ഒരു ബോക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളിയും തയ്യാറാക്കി വെച്ചിരുന്നത് അതെല്ലാം ഒന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോഴേക്ക് മോള് പല്ല് തേക്കലെല്ലാം കഴിഞ്ഞ് വന്നു. അവൾക്കുള്ള പാലെല്ലാം ഞാൻ കൊടുത്ത് അവളെ ഒന്ന് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരിപ്പ് കറിയും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഈ തലേ ദിവസം തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്തത് കൊണ്ട് രാവിലത്തേക്ക് വലിയ ജോലി ഭാരമൊന്നുമില്ല. ഈ ടൈമിൽ ഞാൻ അവൾക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം കൂടി ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അവളൊന്ന് പാലെല്ലാം കുടിച്ച് വന്നിട്ടാണ് കുളിക്കാൻ പോകാറ്. ഞാൻ പരിപ്പ് വേവിച്ച അതേ കുക്കറിൽ തന്നെയാണ് കറിയും വെക്കുന്നത്. കുക്കറിൻ്റെ അടപ്പ് വെക്കാതെ ഒന്ന് കറി വേവിക്കാൻ വെക്കുന്നുണ്ട്. കറിയെല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് സിങ്കിലുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എല്ലാ പാത്രങ്ങളും ഏറ്റവും ലാസ്റ്റ് വാഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ലാസ്റ്റ് ആവുമ്പോഴേക്കും നമ്മുടെ സിങ്ക് ഓവർ പാത്രങ്ങളായിട്ടുണ്ടാകും. ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി തീർന്ന് അടുത്ത ജോലി ചെയ്ത് വരുമ്പോഴേക്കും വീണ്ടും നമ്മുടെ സിങ്ക് ഇതേപോലെ തന്നെ ഒന്ന് കുന്നുകൂടിയിട്ടുണ്ടാകും അല്ലേ. ഞാനിവിടെ കഴുകിയെടുത്ത പാത്രങ്ങളെല്ലാം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൂടയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ടൈമിൽ സിയമോള് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അവൾക്കൊന്ന് ഭക്ഷണം കൊടുക്കണം. ഇപ്പോൾ ഒരു 7:45 സമയം. പൂരിയും ചോക്ലേറ്റ് സിറപ്പുമാണ് അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അവൾ അവിടെ കഴിക്കുമ്പോഴേക്കും ഞാൻ അവളുടെ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അവൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് പൂരിയും മസാലക്കറിയും തന്നെയാണ് കൊടുത്തു വിടുന്നത്. ഈ ഒരു സമയത്ത് മോന് മദ്രസ വിട്ട് വന്നിട്ടുമുണ്ട്. അവനൊരു 7:45 മദ്രസ വിട്ട് വരിക. ചിലപ്പോൾ അവൻ തന്നെ അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കും, അല്ലെങ്കിൽ അവൾ തനിയെ കഴിക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ പൂരിയെല്ലാം തനിയെ കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ആവശ്യമായി നമുക്ക് തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 തേങ്ങ ഒന്നിച്ച് ചിരവി ഒരു സിപ്ലോ കവറിലാക്കി ഫ്രീസറിലൊന്ന് സൂക്ഷിക്കും. നേരത്തെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് നമ്മൾ വെളിയിലോട്ട് വെക്കുകയും ചെയ്യും. എങ്കിൽ മാത്രമേ അതിലുള്ള തണുപ്പൊന്ന് മാറിക്കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും. തേങ്ങ അരച്ച ഉടനെ തന്നെ ഞാൻ ആ മിക്സി ഒന്ന് തുടച്ച് അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഏതൊരു സാധനവും നമ്മൾ എടുത്താൽ അത് ആവശ്യം കഴിഞ്ഞ് ഉടനെ തന്നെ ഒന്ന് എടുത്തു വെക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. സമയം ഒരു 8 മണിയായപ്പോൾ ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ച് വന്നു. ഇതിനിടയിൽ സിയമോൾക്കുള്ള ഡ്രസ്സ് മാറ്റി കൊടുക്കലും അവളുടെ മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൊടുത്ത് അവളെ ഒന്ന് ഓട്ടോ കയറ്റി വിട്ടിട്ടുണ്ട്. 8:30 അവളുടെ വണ്ടി വരിക. അവളെ ഓട്ടോ കയറ്റി വിട്ട ശേഷം വന്നിട്ടാണ് ഞാൻ ഈ താളിപ്പൊന്ന് തയ്യാറാക്കുന്നത്. കറി നേരത്തെ റെഡിയാക്കി വെച്ച് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് അവളോടൊപ്പം പോയതാണ്. വന്ന് ഞാൻ താളിപ്പെല്ലാം ഒന്ന് തയ്യാറാക്കി മോനിക്കുള്ള ഭക്ഷണം എല്ലാം കഴിക്കാൻ കൊടുത്ത ശേഷം
ഇതാ റൈസ് കുക്കറൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അവിടെ ചോറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് വെള്ളം വാർക്കാൻ വെച്ച ശേഷം അവൻക്കുള്ള മുട്ടയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി അവൻ്റെ ലഞ്ച് ബോക്സും കൂടി ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അവൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് സമയം ഒരു 9:15 അവൻ സൈക്കിളിലാണ് സ്കൂളിലേക്ക് പോകാറ്. അതുകൊണ്ട് തന്നെ അവനക്ക് കുറച്ച് പതുക്കെ പോയാലും മതിയാകും. ഒരുപാട് ദൂരമൊന്നുമില്ല സ്കൂളിലേക്ക്. ഇത് അവൻ്റെ ലഞ്ച് കിറ്റെല്ലാം ഒന്ന് കെട്ടി അവനക്ക് വേണ്ട വെള്ളമെല്ലാം നാക്കി അവനെ റെഡിയാക്കി വിട്ട് അതിനുശേഷം ഞാനിവിടെ കൗണ്ടർ ടോപ്പെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ ശേഷം ഞാനിവിടെ 2 ചന്ദനത്തിരിയും കൂടി ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചന്ദനത്തിരിയുടെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ഇപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പെല്ലാം നന്നായിട്ട് തന്നെ നീറ്റായി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞു. ഞാൻ കുക്കറിൽ നിന്ന് കറിയെല്ലാം വെച്ച് അതൊരു വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സിങ്കിലെ പാത്രങ്ങളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് ഒന്ന് ഡ്രൈ ആയ ശേഷം അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മീനൊക്കെ ഒന്ന് വറുക്കാനുണ്ടെങ്കിൽ അതൊരു ഉച്ചയാവാനാവുമ്പോഴാണ് അതൊന്ന് വറുത്തെടുക്കുക. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് റൂമും ഹാളും ക്ലീനിങ് എല്ലാം തുടങ്ങുക. അപ്പോഴേക്കും നമ്മുടെ കിച്ചണിൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വന്നാൽ ആദ്യം നമ്മുടെ കിച്ചണായിരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. കിച്ചൺ ഒന്ന് നീറ്റായി ക്ലീനായി ഉണ്ടെങ്കിൽ തന്നെ ആ വീടെല്ലാം കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടാകും. കിച്ചൺ നീറ്റാക്കാതെ വേറെ എല്ലാ ഭാഗവും നീറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് കാണാൻ തന്നെ ഒരു ഭംഗിയില്ലാത്ത ഒരു വൃത്തിയില്ലാത്ത വീട് പോലെ ഉണ്ടാകും. പിന്നെ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നടന്നൊന്നും വരില്ല. കാരണം ജോയിൻറ്റ് ഫാമിലിയിൽ പറഞ്ഞാൽ മെമ്പേഴ്സും കൂടുതലുണ്ടാകും, അവിടെയുള്ള ജോലികളും കൂടുതലായിരിക്കും. നമ്മളെപ്പോലെയുള്ള ഈ ഒരു കുഞ്ഞു ഫാമിലിക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നേക്കരുത്.